ഏന്തയാരെന്ന എൻ്റെ നാട്ടിൽ നിന്നും 82 കിലോമീറ്റർ അകലെയുള്ള എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള എൻ്റെ കോളേജിലെ എൻ്റെ ഹോസ്റ്റലിലേക്കുള്ളൊരു യാത്രയാണ് ഈ ഒരു വീഡിയോ. KSRTC ബസ്സിൽ പോകുന്ന ഈ ഒരു യാത്രക്കിടയിൽ നമ്മൾ ഒരുപാടധികം കാഴ്ചകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു മല കയറി അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് കയറി പിന്നെ അതുപോലെ തന്നെ ആ ഒരു മല നമ്മൾ തിരിച്ചിറങ്ങി അതിനിടയ്ക്ക് വരുന്ന കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ ഒരു യാത്രയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് എല്ലാം ഫുൾ പാക്കായിട്ട് നിൽക്കുന്നത് ട്രാവൽ ബാഗുണ്ട്, പിന്നെ ഈ ഒരു ബാഗുകളുണ്ട്. ഇങ്ങനത്തെയാണ് നമ്മൾ മൊത്തം പോകാൻ പോകുന്നത്. അപ്പോൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് നേരെ മുണ്ടക്കയറ്റുണ്ട്. അതുകൊണ്ട് നമുക്ക് പോകാനുള്ള ബസ് വരുന്നത്. ഇത് സത്യം പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞൊന്നും കേൾക്കാൻ വഴിയൊന്നുമില്ല. ഇവിടെ മുണ്ടക്കയത്തോട്ട് പോകുന്നതിന് അരമണിക്കൂറോളം ഉണ്ട് മുണ്ടക്കയറ്റിന്. മുണ്ടക്കയറ്റിട്ട് നമുക്ക് ഒന്നെങ്കിൽ മുണ്ടക്കയത്ത് നമുക്ക് അതിന് മൂവാറ്റുപുഴയ്ക്കാണ് പോകുന്നത്. അപ്പം മൂവാറ്റുപുഴയ്ക്ക് കായലപ്പള്ളി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒന്നെങ്കിൽ മുണ്ടക്കയത്തോട്ട് പോകണം. എങ്ങനെ അറിയത്തില്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കും. ഞാനങ്ങനെ മുണ്ടക്കയത്തെ വിശാലമായ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മൂവാറ്റുപുഴ പോകാനായിട്ട് ഒരു വൈറ്റിൽ ബസ്സുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്സൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോയി മൂവാറ്റുപുഴ ഇറങ്ങണം. അപ്പോൾ എളുപ്പവഴി ഇതാണ്. ഇവിടുന്ന് ബസ് കണ്ടപ്പോൾ ഞാൻ നേരെ ചാടി ഇറങ്ങിയത് കയറി. അപ്പോൾ ഞാനിത് ആദ്യമേ കയറി സീറ്റ് പിടിച്ച് വെച്ചു. ഇവിടുന്ന് നമുക്കൊരു 2.5 മണിക്കൂറോളം ഉണ്ട് നേരെ മൂവാറ്റുപുഴ എത്താനായിട്ട്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് എടുത്തു. അപ്പോൾ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുക. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ കാഴ്ച കിട്ടാൻ നല്ല പാടാണ്. വ്യൂ ഒക്കെ കാണാനായിട്ട് മിക്കവാറും പണി കിട്ടും. ഇവിടുന്ന് മൂവാറ്റുപുഴ വരെ 104 രൂപയാണ്. നേരത്തെ ഇത്രയും പൈസ ഇല്ലായിരുന്നു. ഇത് എന്തുവാണോ 104 രൂപയ്ക്ക്? ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര എടുത്തിട്ട് മൂവാറ്റുപുഴ എടുക്കില്ല. അപ്പോൾ മൂവാറ്റുപുഴ ചെന്നിട്ട് നമുക്ക് അവിടുന്ന് കോതമംഗലത്തിന് പോകണം. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇവിടുന്ന് കോതമംഗലത്തിന് ബസ് വളരെ കുറവാണ്. ഒരെണ്ണമുണ്ട്, അത് കാഞ്ഞിരപ്പള്ളി. ഞാൻ വിചാരിച്ചത് ഇവിടെ ബസ് ഇല്ലെങ്കിൽ നേരെ കാഞ്ഞിരപ്പള്ളി പോയിട്ട് അവിടുന്ന് നേരെ വണ്ടി പിടിച്ച് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഈ ഡയറക്റ്റ് ബസ് കിടക്കുന്നത് ഈ വൈറ്റിലെ ബസ്സാണ്. വീട്ടിൽ മൂവാറ്റുപുഴ, തൊടുപുഴ, മൂവാറ്റുപുഴ അങ്ങനെ കയറിപ്പോണം. പോയത് ഇതിന് കയറിപ്പോയി നേരെ മൂവാറ്റുപുഴ ഇറങ്ങണം. ഒരുപാട് വലിയ കാഴ്ചകളൊക്കെ ഉണ്ട്. തൊടുപുഴ ആ ഒരു ഏരിയയിലൊക്കെ പറയുന്ന പുള്ളിയെ ഹിന്ദി ഏരിയസ് കാണാനൊക്കെ ഒരുപാട് കാണുന്നു. നമ്മളങ്ങനെ കാഞ്ഞിരപ്പള്ളി എത്തി. ഇവിടെ നമ്മൾ ഡീവിയേഷൻ എടുത്താൽ പോകുന്നത്. പക്ഷേ നമ്മളിവിടെ സ്റ്റാൻഡിൽ കയറി 2 മിനിറ്റ് കിടന്നിട്ടേ പോകത്തുള്ളൂ. കിടക്കാൻ തന്നെ കയറുക എനിക്കാവുന്നപ്പോൾ പോവാം. ഇവിടെ നമ്മൾ ഡീവിയേഷൻ എടുത്തൊക്കെയാണ് പോകുന്നത്. കാഞ്ഞിരപ്പള്ളി റോയൽ പത്തിരി വയ്ക്കുന്ന അറിയാൻ തോന്നുന്നു. വീഡിയോ കാണാൻ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്താൽ ലൈക്ക് കൂടെ ചെയ്തേക്കട്ടാ. നമ്മളിപ്പോൾ അതിൻ്റെ സ്റ്റാൻഡിലോട്ട് കയറാനായിട്ട് വളഞ്ഞു കഴിഞ്ഞാൽ വഴി അകത്തോട്ട്. അപ്പം ഇങ്ങനെ കയറി അകത്ത് എന്നിട്ട് നമ്മൾ ഈരാറ്റുപേട്ടയിൽ എത്തിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അരുവിത്തറ ചർച്ചാണ്. നല്ല രസമല്ല കാണാൻ, അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ അജ്മിയുടെ ആൾക്കാരുടെ വീടാണ് ഈ കാണുന്നത്. ഇവിടെയാണ് അജ്മിയുടെ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ വീടാണ്. ഞാൻ ഫാക്ടറി നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അജ്മി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് അവരുടെ വീട്. ഇതാണ് നമ്മുടെ അജ്മിയുടെ ഫാക്ടറി എന്ന് പറയുന്നത്. അവരുടെ വീടാണ് അപ്പുറത്ത് കണ്ടത്. ഇതാണ് അജ്മിയുടെ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെയാണ് ഇവരുടെ ഫുൾ സംഭവമുള്ള ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് അവരുടെ ഫാക്ടറി. ഇതാണ് അവരുടെ പാർക്കിംഗ് സ്പോട്ട്സ്. അതുപോലെ തന്നെ ഇരിക്കൽ നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ മഴ മൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല മഞ്ഞ് വന്നിട്ടുണ്ട്. ഫുള്ള് മൂടി നിൽക്കുകയാണ്. ഞാൻ വീടൊക്കെ പോയിട്ട് ഫുള്ളും മൂടി നിൽക്കുകയാണ്. പക്ഷെ കാണാൻ പറ്റുന്നത് കുറച്ച് വീട്ടിൽ കൊണ്ടിരിക്കുന്നവർ ഇങ്ങോട്ടുള്ള കാഴ്ചയുടെ കുറേയൊക്കെ മഞ്ഞ് പോകുമ്പോൾ പേടികളാണ്. ഞാൻ കൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവിടുത്തെ കിട്ടി തോന്നുന്നില്ല. ഈ കാണുന്ന മല കണ്ട ആ ദൂരെ കാണുന്ന മല മൊത്തം നമുക്ക് വളർന്നിരിഞ്ഞ് കാരണം ഇവിടെ മുതൽ നമ്മൾ മല കയറാനായിട്ട് തുടങ്ങുകയാണ്. ഇനി മുതൽ നമുക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടും. ഈ മഴ മൂടി നിൽക്കുന്നതുകൊണ്ടും ഒക്കെ കൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഈ കാഴ്ച മങ്ങാൻ സാധ്യത കൂടുതലാണ്. കുഴപ്പമില്ലല്ലേ?
അത്യാവശ്യമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ബസ് ഓടിക്കുന്നതിനെ സമ്മതിക്കണം കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല രീതിക്ക് കുത്തനെയുള്ള വളവും കാര്യങ്ങളൊക്കെയാണ്, വലിയ വളവാണ്. അപ്പോൾ ഇത് ഫുള്ള് റോഡ് നിറഞ്ഞാണ് ഇവർ തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് കാണാൻ നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു പേടി പോലെയൊക്കെ തോന്നും. ഇത് തിരിച്ചിറങ്ങി വരുമ്പോഴേക്കാനല്ലേ നമുക്ക് ചെറിയൊരു ഇതൊക്കെ തോന്നും. എന്തായാലും ഇത് ഭയങ്കര സംഭവം കേട്ടോ ഇങ്ങനെ ഓടിക്കുന്നതൊക്കെ. അയ്യോ, നമ്മൾ കയറി നമ്മളെ മലയുടെ ടോപ്പിലെത്തി. ഇനി ഇവിടുന്ന് ഇതേ രീതിയിൽ തന്നെ താഴോട്ടാണ് നമുക്ക് നല്ല കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അയ്യോ, മഴ നല്ല രീതിക്ക് മൂടിപ്പുണ്ട് കേട്ടോ. കൊള്ളാം. ഇനിയിപ്പോൾ താഴോട്ട് നല്ല രസമാണ്. ഊരൊക്കെ ഉണ്ട്, ആ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ഒരു വ്യൂ കിട്ടുന്നില്ല ഇപ്പം. ഇത് ഭയങ്കര വലിയ വളവാണ് അവിടെ എവിടെയൊക്കെ ആയിട്ട്. ഡ്രൈവർ അതിന് നല്ല രീതിക്ക് കിട്ടുമായിട്ട് ഓടിക്കുന്നുണ്ട്. നമ്മൾ ബസ് ഇങ്ങനെ വളഞ്ഞു വരുമ്പോഴത്തേക്ക് എതിരെ ഉണ്ടെങ്കിൽ നിർത്തി കൊടുക്കണം. ഒരു നല്ല രസം കേട്ടോ അത്. അയ്യോ, മല ഇറങ്ങി നമ്മൾ അവസാനം തൊടുപുഴയിലെത്തി. ഇപ്പോൾ ഈ ഒരു മല ഇറങ്ങാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും നമുക്ക്. എളുപ്പ വഴിയാണ് വേണം പറയാം. തോന്നുന്നുണ്ട് KSRTC തൊടുപുഴ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് അധികം നേരമൊന്നുമില്ല, പെട്ടെന്നെത്തും. ആറൊക്കെ നല്ല കലങ്ങി ഒഴുകുന്നുണ്ട്. എവിടെയോ നല്ല രീതിക്ക് മഴ പെയ്ത് വെള്ളം നല്ലോണം കുത്തനെ വലിച്ചിറങ്ങിയിട്ടുണ്ട്. നേരെ ഇരുട്ടി തുടങ്ങി. ബസ്സിൽ ലൈറ്റൊക്കെ ഇട്ട് ഫുള്ള് ആൾക്കാർ നിറഞ്ഞത്. തൊടുപുഴയെന്ന് പിന്നെ അങ്ങോട്ട് നല്ല തിരക്കാം. നമ്മളതുവഴി വെക്കൊണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പോൾ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ആ തൊയിലാറ്റുപുഴയിലൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വൈകിയാൽ നമ്മൾ മൂവാറ്റുപുഴയിലെത്തി. ഇവിടെ നിന്നകത്ത് കോതമംഗലം ബസ്സൊക്കെ പിടിച്ച് പോകണം. ഇടയ്ക്കേടാ ഇപ്പം നമ്മളിപ്പം മൂവാറ്റുപുഴ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നേരെ ഹോസ്റ്റലിൽ പോകാനുള്ള പരിപാടിയാണ്. എനിക്ക് മടുത്തു, ഞാൻ മടുത്തു. ഭയങ്കര വെയിറ്റ് ആകുന്ന സാധനം കുറേ ഉണ്ട്. ഇത്ര സാധനം എടുക്കണ്ടേ. ഇനി വീട്ടിൽ പോയിട്ട് വരെ പാളാനുള്ള ഒരുമിച്ചെടുക്കുന്നുണ്ട്. അത് പണിയായി. കുഴപ്പമില്ല, വീട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഒരു കാഴ്ചയൊന്നും കാണാതൊന്നും ഇരുന്നത്. ഇനിയിപ്പോൾ നേരെ കോളേജിൽ പോയാലും അധികം കാഴ്ചയൊന്നും കാണാനില്ല, ഇരുട്ടാകുന്നുണ്ട്. നോക്കാം. അപ്പോൾ ഞാൻ ഫൈനലി അങ്ങനെ നമ്മുടെ കോളേജിൻ്റെ ആ ഒരു എത്തിയിട്ടുണ്ട്. ഇനി കാണാനൊന്നുമില്ല, അവിടെ ഒരു ഇരുട്ടാണ്. ഞാൻ പിന്നെ വീട് വെക്കാണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ അതായത് ഒരു കിടിലൻ സംഭവമുണ്ട്. നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞൊരു കിടിലൻ സംഭവമായിരിക്കും കേട്ടോ. അതെന്തായാലും ഉറപ്പുണ്ടെങ്കിൽ കാണണം. അപ്പം വീഡിയോ ഇവിടെ ചേർത്തോ. ടാറ്റാ, ബൈ ബൈ.